പണം മാത്രമാണ് ലക്ഷ്യം. അളിയാ എന്റെ പൊന്നു മനോഹര, എന്റെ പൈസ ഇല്ല. എന്നാ പിന്നെ പോയേക്കാം. എന്താണ് ഈ പ്രശ്നം? നിന്റെ പെങ്ങളോട് ചോദിക്കടാ. എന്താണ് ഈ പ്രശ്നം? മൂത്തതാ. അളിന് വീണ്ടും ഭ്രാന്ത് മൂത്ത. എടാ ഭ്രാന്താ, ഞാൻ നിന്നെ മൂത്താന്ന് ചേച്ചിന്നുള്ളടാ. എന്താണ് പ്രശ്നം? സുജാതയുടെ കാര്യം ചോദിക്കും. ആരാണ് ഞാൻ സുജാത? എടാ മാധവൻകുട്ടിയുടെ കാര്യം ചോദിക്കടാ. നീ കുടുംബത്തിന് ചീത്തപ്പനുണ്ടാക്കണം. ആരാണ് മാധവൻകുട്ടി? നിന്നെ പോലെ ഒന്നല്ല, പെങ്ങന്മാരെ നോക്കണോ മാധവൻകുട്ടി? ഇല്ല, പെങ്ങന്മാരെ നോക്കി. എടീ, സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്ന ആളാണ് സുജാത. ആഹാ, എന്നാ കല്യാണമേ കഴിക്കാൻ പെങ്ങന്മാരെ മാത്രം നോക്കണാടാ മാധവൻകുട്ടി. എന്തുകൊണ്ട്? സുജാത കേട്ടായിരുന്നല്ലോ. എടി, അവൾ എത്ര കമ്പനികൾ ജോലിക്ക് പോണു, ഒരാളുടെ വീട്ടുപേരേക്ക് പോണു, അങ്ങനെ പലതും അവൾ ചെയ്യുന്നില്ലേ? 5-6 പെങ്ങന്മാരെ നോക്കാൻ എളുപ്പമുണ്ടാടാ. നീ പറയടാ, എളുപ്പമുണ്ടാ? പിന്നെ ഞാൻ പോലും നോക്കിയിട്ടില്ല എന്റെ പെങ്ങളെ. അപ്പൊ മാധവൻകുട്ടി നല്ലതാണ്. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? മാധവൻകുട്ടി നല്ലതാണെന്ന്. ഇറങ്ങടാ അവിടുന്ന്. നീ ഇവിടെ വിളിച്ചോണ്ടിറങ്ങടാ. എന്റെ അളിയ നിങ്ങൾ സമാധാനപ്പെടും. ആരാണ് ഈ സുജാത? ആരാണ് ഈ മാധവൻകുട്ടി? സുജാത നമ്മുടെ ഉദാഹരണം സുജാതല്ല, മഞ്ജു വാര്യർ. മഞ്ജു വാര്യരാ? അപ്പൊ മാധവൻകുട്ടിയാ? വീട്ടിലെടുത്ത് മമ്മൂക്ക. അപ്പൊ ഇത്രയ്ക്ക് പ്രണയമായില്ലേ നിങ്ങൾക്ക്? എന്താണ് സിനിമ പേരും പറഞ്ഞ് വഴക്കും വക്കണം? 2 കിലോ ചിക്കൻ ഉണ്ട്, കൊണ്ടുപോയി കറി വെച്ചത് നല്ല ചോറും കറി. എന്താ 2 ദിവസം മനുഷ്യ ആഹാരം കഴിച്ചിട്ട് അറിയാവോ? അപ്പൊ ഇത് വെച്ചുണ്ടാക്കിയത് നിന്റെ വീട്ടിൽ പെണ്ണുപിള്ളില്ലേ? എടി, അവള് പിണങ്ങിപ്പോയില്ലേ? ഞാൻ പറഞ്ഞേ, നമ്മളെ മാധവൻ കെട്ടൊന്ന് ചേക്ക് വിട്ട് വെളിയിൽ പോയിട്ടില്ല. നമ്മള് സമ്മതിക്കില്ല അളിയാ. ആരാടാ മാധവൻ? അളിയ മീശ മാധവൻ അല്ല, ദിലീപ്.